പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് ഇരട്ട മെഡൽ 10 മീറ്റർ എയർ റൈഫിൾസിലാണ് മെഡൽ നേട്ടം. വാർത്തയുടെ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും പ്രസാദ് കാളിദാസനുണ്ട്. കാളിദാസൻ, വളരെ അഭിമാനകരമായ ഒരു നിമിഷമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് മെഡൽ നേട്ടങ്ങൾ? പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ മെഡൽ കൊയ്യുകയാണ്. കാരണം ഇതുവരെ നിലവിൽ 4 മെഡലുകൾ ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞു ഈ രണ്ടാം ദിനത്തിൽ തന്നെ. അതിൽ പ്രധാനമായും 10 മീറ്റർ എയർ പിസ്റ്റൾ പുരുഷ വനിതാ വിഭാഗങ്ങളിലാണ്. 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വനിതാ വിഭാഗത്തിൽ 3 മെഡലുകളാണ് തീർച്ചയായും 2 മെഡലുകളാണ് നേടാൻ കഴിഞ്ഞത്. അതിൽ തന്നെ സ്വർണം നേടിയത് ആവണി ലഖാറ എന്ന 22-കാരിയാണ് ഇതിൽ സ്വർണം നേടിയത്. അതേ വിഭാഗത്തിൽ തന്നെ മോണ അഗർവാൾ വെള്ളിയും നേടിയിട്ടുണ്ട്. 249.7 പോയിന്റുകളോടെയാണ് ആവണി ലഖാറ ഈ ഒരു സ്വർണം നേടിയത്. അതേപോലെ തന്നെ മോണ അഗർവാൾ 228.7 പോയിന്റുകളോടെ വെങ്കലവും നേടിയിട്ടുണ്ട്. ഇതേ വിഭാഗത്തിൽ തന്നെ പുരുഷ വിഭാഗത്തിൽ മനീഷ് നർവാൾ വെള്ളിയും നേടിയിട്ടുണ്ട്. തീർച്ചയായും അഭിമാനമായ നേട്ടം തന്നെയാണ് ഈ ഒരു 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ ഇന്ത്യ നേടിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ഇന്ത്യയുടെ പ്രീതി പാൽ 14.2 സെക്കൻഡ് എന്നുള്ള ദൈർഘ്യത്തോടെ വെങ്കലവും നേടിയിട്ടുണ്ട്. ഇതിൽ പല വിഭാഗങ്ങളുണ്ട്. പാരാലിമ്പിക്സ് എന്നത് പറയുന്നത് ഭിന്നശേഷിക്കാരും അതേപോലെ തന്നെ മറ്റ് വൈകല്യങ്ങളുമുള്ള വിഭാഗങ്ങളിലുള്ള ആൾക്കാർക്കായി നടത്തുന്നൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഗെയിമാണ് അല്ലെങ്കിൽ ഗെയിംസാണ്. അത്തരം മത്സരങ്ങളാണ് ഇതിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 10 മീറ്റർ അല്ലെങ്കിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗം എന്ന് പറയുന്നത് SH1 എന്നുള്ള വിഭാഗങ്ങളിലാണ്, വനിതാ പുരുഷ വിഭാഗങ്ങളിലാണ് മെഡലുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. SH1 എന്ന് പറയുന്നത് കാലിനും കൈക്കും ചലനശേഷി ഇല്ലാത്തവർക്കായി നടത്തുന്ന വിഭാഗമാണ്. ഇതിലാണ് വനിതാ പുരുഷ വിഭാഗങ്ങളിലായി 3 മെഡലുകൾ, അതായത് വനിതാ വിഭാഗത്തിൽ സ്വർണവും വെങ്കലവും നേടി. അതേപോലെ തന്നെ പുരുഷ വിഭാഗത്തിൽ വെള്ളി മെഡലും നേടിയിട്ടുണ്ട്. വെള്ളി മെഡൽ നേടിയിരിക്കുന്നത് പുരുഷ വിഭാഗത്തിൽ നേടിയിരിക്കുന്നത് മനീഷ് നർവാളാണ്. അതേപോലെ തന്നെ സ്വർണം, വെങ്കലം എന്നിവ നേടിയിരിക്കുന്നത് ഇന്ത്യയുടെ ആവണി ലഖാറയും അതേപോലെ തന്നെ വെങ്കലം നേടിയത് മോണ അഗർവാളുമാണ്. 100 മീറ്റർ അത്ലറ്റിക്സിലെ 100 മീറ്റർ T35 എന്ന വിഭാഗത്തിലാണ് ഇന്ത്യ, വനിതകളുടെ T35 വിഭാഗത്തിലാണ് ഇന്ത്യ വെങ്കല മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. പ്രീതി പാലാണ് അതിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. അതിലും വിഭാഗത്തിൽ കൃത്യമായ വിശദീകരണമുണ്ട്. കാരണം T35 എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഹൈപ്പർടോണിയ, അതേപോലെ അട്രാക്സിയ, സെറിബ്രൽ പാൾസി എന്നീ വൈകല്യങ്ങളുള്ളവർക്കായി നടത്തുന്ന ഒരു വിഭാഗമാണ്. അതിൻ്റെ T35 വിഭാഗം 100 മീറ്റർ വനിതകളുടെ അത്ലറ്റിക്സ് വിഭാഗത്തിലാണ് വെങ്കലം നേടിയിരിക്കുന്നത്. ഇനിയും മെഡൽ പ്രതീക്ഷകൾ ഏറെയുണ്ട്. ഇതിൽ തന്നെ ആവണി ലഖാറ തന്നെ മറ്റ് പല വിഭാഗങ്ങളിലും മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഭിന്നശേഷിക്കായുള്ള വോളിബോൾ വിഭാഗത്തിലും ഷോട്ട് പുട്ട് വിഭാഗത്തിലും എല്ലാം മത്സരിച്ചിരുന്നു. ഇനിയും ആവണി ലഖാറയ്ക്ക് ഇനിയും മത്സരങ്ങളുണ്ട്. 50 മീറ്റർ വിഭാഗമുണ്ട്. ഷൂട്ടിങ്ങിൻ്റെ 50 മീറ്റർ വിഭാഗത്തിലും ഇനി മത്സരങ്ങൾ വരാനുണ്ട്. തീർച്ചയായും വലിയൊരു മെഡൽ പ്രതീക്ഷ തന്നെയാണ്. ഇതുവരെ 4 മെഡലുകളാണ് നേടിയിരിക്കുന്നത്. 9ാം സ്ഥാനത്താണ് മെഡൽ പട്ടികയിൽ ഇന്ത്യയുള്ളത്. അതേപോലെ തന്നെ 1ാം സ്ഥാനത്ത് ചൈന 11 മെഡലുകളോടെ ചൈന നിലനിൽക്കുന്നുമുണ്ട്. മറ്റുള്ള വിവരങ്ങൾ ഇനിയുള്ള വരും മണിക്കൂറുകളിൽ നമുക്കറിയാൻ സാധിക്കും. തുളസി. ശരി, പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ കൊയ്ത്ത് തുടരുകയാണ്. ഇനിയും മെഡൽ പ്രതീക്ഷകളും നിലനിൽക്കുന്നു. വിവരങ്ങളുമാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും പ്രസാദ് കാളിദാസൻ നൽകിയത്.